ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നോമ്പ് ധ്യാന ചിന്തകളുടെ 31ാം ദിവസത്തിലേക്ക് ഏവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം വീണ്ടും ഒരു കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് കടന്നു വരികയാണല്ലോ. ഈ നാളുകളിൽ വ്യാപരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കുറിവാക്യമായി 13-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരികെ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് തിരികെ. കം ബാക്ക് ടു മീ. യഹോവയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എപ്രകാരമാണ് നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടത്? വാക്യം 12 ഇപ്രകാരം വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരികെ. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി ഈ നോമ്പ് കാലത്ത് ക്രിസ്തുയേശുവിന്റെ അടുക്കിലേക്ക് തിരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പഴയ നിയമത്തിൽ രാജാക്കന്മാർ തങ്ങളുടെ അനുതാപം പ്രകടിപ്പിക്കുവാനായി വസ്ത്രങ്ങൾ കീറുക എന്നുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു. കഠിനമായ ദുഃഖത്തിന്റെയും വേദനയുടെയും ഒരു ദൃശ്യമായ അടയാളമായിരുന്നു അത്. എന്നാൽ യോവേൽ പ്രവാചകൻ മുഖാന്തരം യഹോവ ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പുറമേയുള്ള വസ്ത്രങ്ങളെയല്ല, നമ്മുടെ ഹൃദയത്തെ തന്നെ കീറിമുറിച്ച് യഹോവയുടെ സന്നിധിയിലേക്ക് വരിക എന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നോമ്പുകാലം ഒരു ആചാരകാലം മാത്രമല്ല, നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു വിശുദ്ധ യാത്ര കൂടിയാണ് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2 ചിന്തകൾ പങ്കുവച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, ദൈവത്തിന്റെ സ്വഭാവമാണ് അനുതാപത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ സ്വഭാവമാണ് അനുതാപത്തിന്റെ അടിസ്ഥാനം. നാം എല്ലാവരും ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി മാറണം. ദൈവിക ഭാവം നമ്മിൽ ഉണ്ടാവണം. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം എന്നത്? 13-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും, ഇതൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവം നമ്മിലും രൂപപ്പെടണം. എങ്കിൽ മാത്രമേ നിസ്സഹായരോട് അനുകമ്പ കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അനുകമ്പയാണ് അനുതാപത്തിന്റെ ആദ്യപടി. നല്ല ശമരിയാക്കാരനെ പോലെ മറ്റുള്ളവരോട് അനുതാപപൂർണമായി അനുകമ്പയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. രണ്ടാമതായി, ഹൃദയ പരിവർത്തനമുള്ളവരായി മാറുക. ഹൃദയ പരിവർത്തനം ഉള്ളവരായി മാറുക. പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളല്ല ദൈവത്തിന് ഇഷ്ടം. എന്നാലോ അകമേ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു മാറ്റമാണ്, ഒരു പരിവർത്തനമാണ് യഹോവ ആഗ്രഹിക്കുന്നത്. പുറമേ നോമ്പ് നോൽക്കുകയും എന്നാൽ അകമേ മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഒരു മനസ്സുമാണ് നമുക്കുള്ളതെങ്കിൽ നാം നോൽക്കുന്ന നോമ്പും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണീരും നമ്മുടെ ഉപവാസവുമൊക്കെ വ്യർത്ഥമാണ്. പോപ്പ് ലിയോ 14 ഇപ്രകാരം പറയുന്നു: ഭക്ഷണത്തെക്കാൾ ഉപരിയായി അന്യനെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമുക്ക് ഉപവസിക്കാം. അപ്രകാരം ഒരു ഹൃദയ പരിവർത്തനമുള്ളവരായി ദൈവിക സ്വഭാവം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി മാറുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.